വെൽക്കം ബാക്ക് ടു പുഷ്പം ബോട്ടിൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. അതായത് ബ്രഷ് ഇല്ലാതെ സിമ്പിൾ ടെക്നിക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. നല്ലൊരു ഹോം ഡെക്കറായി നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അതിനായി ഞാൻ ഇതുപോലത്തെ ഒരു പ്ലെയിൻ ബോട്ടിലാണ് എടുക്കുന്നത്. നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പെയിന്റ് ചെയ്യുന്നതിന് വേണ്ടി നീല കളറുള്ള അക്രിലിക് പെയിന്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ സ്പോഞ്ചും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നീല കളറുള്ള അക്രിലിക് പെയിന്റിൽ ഈ സ്പോഞ്ച് മുക്കി നന്നായി സ്പ്രെഡാക്കി കൊടുക്കുക. പെയിന്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് പെയിന്റിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് നമുക്ക് ആ ഒരു തിക്നെസ് പോകും. പിന്നെ നല്ല ലിക്വിഡ് ആയിരിക്കും. പക്ഷെ അപ്പോൾ നമുക്കത് കറക്റ്റ് ഇതിന് മുകളിൽ പിടിക്കില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാതെ നമ്മൾ ഈ ഒരു തിക്നെസ്സോട് കൂടി ഫുള്ളായി സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിനിഷിങ് കിട്ടും. നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലൂ യൂസ് ചെയ്തതേ ഉള്ളൂ. അടുത്തതായി നമുക്ക് ചുവപ്പും മഞ്ഞയും കളറുള്ള അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ബോട്ടിൽ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ബോട്ടിലിൽ കൈകൊണ്ട് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ ഡിസൈൻ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് കൈകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയധികം ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാം. ബ്ലൂ കളറിൽ യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്ത നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരിക്കും. അത് ബ്ലൂവിൽ കൂടി മിക്സ് ആകുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് കളർ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ ഫുൾ പോർഷൻ ചെയ്യുന്നില്ല. അതായത് ഈ ഒരു മിഡ് പോർഷൻ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഓരോന്നും ഫ്ലവറിന്റെ രൂപത്തിൽ ഷേപ്പാക്കി കൊടുക്കുക. ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുക. പക്ഷെ നമുക്കത് ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കാം. അതായത് ആ യെല്ലോ പെയിന്റ് തന്നെ നമുക്ക് ഗ്യാപ്പുകളിൽ ചെറിയൊരു ഡോട്ടാക്കി കൊടുക്കുക. ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന എല്ലാ പോർഷനിലും നമുക്ക് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ മിഡിലായിട്ടും നമുക്ക് ഇതുപോലെ ഡോട്ടുകൾ കൊടുക്കാം. അത് നമുക്ക് പല കളറിലും വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഞാൻ ഈ സെയിം കളർ തന്നെ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.